ഇവിടെ ഇപ്പോൾ ഭയങ്കര മഴയാട്ടോ. ഇടയ്ക്ക് തോരും, ഇടയ്ക്ക് നിന്ന് പെയ്യും. ഇപ്പോൾ ദാ ചെറുതായിട്ടൊന്ന് തോർന്ന് നിൽപ്പുണ്ട്. അല്ലെങ്കിൽ എക്സാമിൻ്റെ ടൈമിൽ അങ്ങനെയാണല്ലോ, നമ്മളെ കിടന്നുറങ്ങാനായിട്ടല്ലേ പ്രകൃതി പോലും പ്രേരിപ്പിക്കുന്നത്. പിന്നെ അന്ന് കൊണ്ടുവന്ന ആ പാക്കറ്റിൽ ആ പെട്ടി അത് പൊട്ടിക്കണ്ടേ. ഈ പെട്ടിയിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയുടെ കുറച്ച് പലഹാരങ്ങളാണ് കേട്ടോ. കുറേ നാളായില്ലേ വീട്ടിൽ പോയിട്ട്. പിന്നെ ഇനിയിപ്പോൾ എക്സാം കഴിഞ്ഞാലും സെംബ്രേക്ക് ഉണ്ടാവുമെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അവളുടെ അമ്മ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാ. ഞാൻ ദാ പെട്ടി പൊട്ടിക്കുമ്പോൾ തന്നെ ഒരാളുടെ അടുത്ത് ചോറ് കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, എന്തെങ്കിലും ഇങ്ങോട്ട് ഇടാൻ പറഞ്ഞിട്ട്. ചാറ്, പിന്നെ നല്ല മീൻ കറി, പിന്നെ കുറേ പലഹാരങ്ങൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നേ. എല്ലാം ഒന്നും ഞാൻ കാണിക്കുന്നില്ല. ഇതൊക്കെ കണ്ടപ്പോഴേ പെട്ടെന്നൊന്ന് ചോറ് വന്നാൽ മതിയായിരുന്നു നാട്ടിൽ ഇപ്പം എൻ്റെ പ്രാർത്ഥന. കാരണം എന്നാൽ പെട്ടെന്ന് ചോറിൻ്റെ ഒപ്പം ഇതൊക്കെ കഴിക്കാമല്ലോ. നമ്മുടെ നാട്ടിൽ നിന്ന് അമ്മമാർ ഉണ്ടാക്കുന്ന ആ ഒരു കൈപുണ്യം, പിന്നെ ആ ഒരു ടേസ്റ്റ്, ആ ഒരു എരിവ്, പുളി, അതൊന്നും ഇവിടുത്തെ കറിക്കൊന്നും കിട്ടത്തില്ലല്ലോ. പിന്നെ അമ്മമാരുടെ സ്നേഹം കൊണ്ട് ചേർത്തല്ലേ ഇത് ഉണ്ടാക്കുന്നത്. അപ്പം പിന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കുമല്ലോ. പിന്നെ എനിക്ക് പൈനാപ്പിൾ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് വീട്ടിൽ നിന്ന് പൈനാപ്പിൾ കൊണ്ടുവന്നാണേ. ഞങ്ങളുടെ അവിടെ പൈനാപ്പിൾ കിട്ടാൻ കുറച്ച് പാടായതുകൊണ്ട് എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ആഗ്രഹം. അവളുടെ വീട്ടിൽ ഇത് കുറേ ഉണ്ട്, അവൾക്കാണ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കഴിച്ചോളാന്ന് പറഞ്ഞു. പിന്നെ അവൾ എടുത്തിട്ട് വന്ന. ബട്ട് ഇതെനിക്ക് വെട്ടിമുറിക്കേണ്ട എങ്ങനെയാണെന്ന് സത്യമായിട്ടും അറിയാൻ പാടില്ല കേട്ടോ. ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുറിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇതാ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന കേട്ടോ. അങ്ങനെ അവളാ പിന്നെ എനിക്ക് മുറിച്ച് തന്നത്.